ആരാണ് വേടൻ? ശ്രീലങ്കയിൽ നിന്നും നീലഗിരിയിലേക്ക് വന്ന ഒരു അമ്മയുടെ മകനെ പിന്നീട് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു കഥയുണ്ട്. തൃശ്ശൂരിന്റെ മണ്ണിൽ ജനിച്ചു വളർന്നു. പിന്നീട് തന്റെ അച്ഛന്റെ നാടൻ പാട്ടിൽ നിന്ന് സംഗീത ലോകത്തേക്ക് ചേക്കേറിയവൻ. കുഞ്ഞുനാൾ മുതൽ തന്നെ തന്റെ അഭിപ്രായങ്ങൾ ലോകത്തോട് ചൂണ്ടിക്കാണിക്കാൻ അവൻ മറന്നിട്ടില്ല. ആശയങ്ങൾ ഉറച്ചു പറയുന്നത് കൊണ്ട് അവനെ വേടൻ എന്ന് വിളിച്ച് കളിയാക്കി വിളിച്ച ആ പേര് അവൻ പിന്നീട് തന്റെ സ്വന്തം പേരാക്കി. ആ പേരിൽ അവനെ ലോകമറിഞ്ഞു. അവൻ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ കണ്ടും കേട്ടും വളർന്നു വന്ന ജാതിമത വർണ്ണ വിവേചനത്തിനെതിരെ ഉച്ചത്തിൽ സ്വരമുയർത്തി. വേട്ടക്കാരനായ ഹിരൺദാസ് മുരളിയുടെ കഥയാണ്. വാളിനേക്കാൾ മൂർച്ച തന്റെ വരികൾ കൊണ്ടെന്ന് അയാൾ തെളിയിച്ചു. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി മാറിയവൻ, തന്റെ സ്നേഹം വിപ്ലവമാക്കി ചരിത്രം കുറിച്ചവൻ വേടൻ. വേടന്റെ പാട്ടുകൾ കവിതയോ സംഗീതമോ അല്ല, നേരെ മറിച്ച് രാഷ്ട്രീയവും അടിച്ചമർത്തലിന്റെ വേദനയുമാണ്. പലരും പറയാൻ മടിക്കുന്ന പൊളിറ്റിക്സ് വളരെ വ്യക്തമായി ജനങ്ങളിൽ എത്തിക്കാൻ വേടന്റെ വരികളിലൂടെ കഴിഞ്ഞു. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, വേടൻ എന്ന കലാകാരൻ തന്റെ കഴിവിലൂടെ ഒരു വലിയ സമൂഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ സാധിക്കാത്തൊരു ചലനം സമൂഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേടൻ തിരിച്ചു വരും. കള്ളും കഞ്ചാവും പുലിപ്പല്ലും ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിന്റെ നെഞ്ചിരുകുന്ന വരികളും നിലപാടുകളിലൊപ്പമാണ് നമ്മൾ. 10 മടങ്ങ് ശക്തിയോടെ നല്ലൊരു തിരിച്ചുവരവ് ഉണ്ടാകട്ടെ. കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറിപ്പായുമ്പോൾ എന്നോട് തലപ്പാവിനെന്ത് തിളക്കം എന്റെ തലപ്പാവിനെന്ത്